2000-ൽ ഷാജി കൈലാസ്, മമ്മൂട്ടി, രഞ്ജിത്ത് കൂട്ടുകെട്ടിലിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് വല്യേട്ടൻ. മമ്മൂട്ടി, സിദ്ദിഖ്, മനോജ് കെ ജയൻ, സായികുമാർ, ഇന്നസെന്റ്, കലാഭവൻ മണി തുടങ്ങി വൻ താരനിര അണിനിരന്ന ചിത്രം 24 വർഷങ്ങൾക്ക് ശേഷം റിലീസിന് ഒരുങ്ങുകയാണ്. 4K ഡോൾബി അറ്റ്മോസിലാണ് ചിത്രം വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. സൂപ്പർ ഹിറ്റ് ചിത്രമാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ട്രോളുകൾക്ക് വല്യേട്ടൻ വിധേയമായിട്ടുണ്ട്. അതിന് പ്രധാന കാരണം കൈരളി ചാനലിലെ സിനിമയുടെ സംപ്രേക്ഷണമാണ്. ഏത് വിശേഷ ദിവസങ്ങളിലും പ്രധാന ചിത്രമായി കൈരളിയിൽ വല്യേട്ടൻ പ്രദർശിപ്പിക്കാറുണ്ട്. മറ്റ് വിനോദ ചാനലുകൾ പുതിയ ചിത്രങ്ങൾ സംപ്രേക്ഷണം ചെയ്യുമ്പോൾ എക്കാലത്തും കൈരളിയുടെ മാസ്റ്റർ പീസാണ് വല്യേട്ടൻ. 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും കൈരളിയിൽ വല്യേട്ടൻ കാണാൻ കാഴ്ചക്കാരുണ്ട് എന്നതാണ് വാസ്തവം. ഇപ്പോഴത്തെ കൈരളിക്ക് വല്യേട്ടന്റെ ചാനൽ റൈറ്റ് കൊടുത്തതിനെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിർമ്മാതാവ് ബൈജു അമ്പലക്കര. കൈരളി ചാനലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 4 മാസത്തിന് ശേഷമാണ് വല്യേട്ടന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. കൈരളി ചാനൽ ആദ്യമായി സാറ്റലൈറ്റ് അവകാശം വാങ്ങിയ ചിത്രവും ഇതാണ്. ഈ ചാനലിന്റെ ആദ്യത്തെ സിനിമയും വല്യേട്ടനാണ്. അന്നത്തെ കാലത്ത് 15 ലക്ഷം രൂപയ്ക്കാണ് ഈ സാറ്റലൈറ്റ് റൈറ്റ് വാങ്ങിയത്. ഇന്നായിരുന്നുവെങ്കിൽ 10 കോടിയായിരുന്നു അതിന് ചിലവ്. ചാനലിന് ഒരുപാട് പൈസ അതിൽ നിന്നും ലഭിക്കുകയും ചെയ്തു. 1800 ദിവസം ചാനലിൽ സംപ്രേഷണം ചെയ്ത സിനിമ എന്ന റെക്കോർഡും വല്യേട്ടനുണ്ട്. ഹോളിവുഡ് സിനിമ പോലും ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.